സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. പ്രൗഢഗംഭീരമായ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ ആദരിക്കുന്ന മഹനീയമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ജീവിക്കുന്ന ഒരു കലാകാരനാണ്. ഇവർക്കും എൻ്റെ സ്നേഹം നമസ്കാരം. മരിച്ചിട്ട് പട്ടാട ചാർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്തുമുണ്ടെങ്കിലും നൽകുന്നത്. ജീവിതത്തിൻ്റെ സഹതീഷ്ണതകളിൽ പകർന്നാട്ടം നടത്തി എനിക്ക് നാടകക്കാരന്റെ ഉള്ളൊരുകുന്ന ജീവിതകഥയിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന പൊന്നാട എന്ന ഷോർട്ട് ഫിലിമിന്റെ യൂട്യൂബ് പ്രകാശനം വടകരയിൽ നടന്നു. വടകര ഗ്രീൻ ടെക്നോളജി ഹാളിൽ നടന്ന ചടങ്ങിന്റെ പ്രകാശനം ജാനു തമാശ ഫെയിം, ലിതിലാൽ, സുധൻ താത്തോത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പൊന്നാട എന്ന ഷോർട്ട് ഫിലിമിൻ്റെ, അതൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ യൂട്യൂബ് പ്രകാശന കർമ്മം നിർവഹിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. പ്രത്യേകിച്ചിട്ട് ഒരു കലാകാരൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അത് എങ്ങനെയാണ് ഒരു 5 മിനിറ്റിൽ തുറന്നു കാട്ടാൻ ഈ ഒരു പൊന്നാട എന്ന ഷോർട്ട് ഫിലിമിന് കഴിഞ്ഞിട്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. കാരണം ഇവിടെയുള്ള പ്രസംഗത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ സംവിധാനം ചെയ്ത അശ്വന്തിനും അജ്മലിനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തെ തന്നെയാണ് അവരുടെ പ്രസംഗത്തിൽ മനസ്സിലാക്കിയത്. എല്ലാവരും കാണണം. എന്താ ഒരു കലാകാരൻ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ്റെ പ്രശ്നങ്ങളെ, അണിയറയിലുള്ള പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു നാടക നടൻ്റെ പ്രശ്നങ്ങളാണെന്ന് കൂടുതൽ പറയുന്നില്ല. ഞങ്ങളും അത് വലിയ പ്രതീക്ഷയിലാണ് ഈ പൊന്നാടയെക്കുറിച്ചുള്ള. വിഖ്യാത നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര പ്രധാന വേഷം ചെയ്ത ഹ്രസ്വ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അശ്വന്ത് ബട്ടർഫ്ലൈ ആണ്. അജ്മൽ ഇംപാലയാണ് നിർമ്മാണവും ഛായാഗ്രഹണവും നിർവഹിച്ചത്. വടയക്കണ്ണി നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര, പപ്പൻ നരിപ്പറ്റ, മണലിൽ മോഹനൻ, ക്ലിൻറ്റു മനു, അശ്വന്ത് ബട്ടർഫ്ലൈ, അജ്മൽ ഇംപാല, ഡോക്ടർ ജ്യോതികുമാർ, എ രാജൻ, CP ചന്ദ്രൻ, ആസിഫ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നാടയും പുരസ്കാരങ്ങളുമൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും തീവ്രമായ ജീവിത ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്ന കലാകാരനെയാണ് ഇതിൽ വരച്ചുകാട്ടുന്നത്. പൊന്നാട ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു മനസ്സിലുള്ള ആശയമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ വെള്ളം കയറി ഭൂകമ്പവും സുനാമിയിലും വന്നില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഈ കലാകാരന്മാരാണ് ബുദ്ധിമുട്ടുന്നത്. കലാകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിക്കൊണ്ടു, എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പൈസയൊന്നും ആയിരിക്കും കിട്ടൂല. ഒരു പൊന്നാട കൊടുക്കും. അപ്പം ഞാൻ പല വേദിയിൽ നിന്ന് പറയാറുണ്ട്, അവർക്ക് എന്തെങ്കിലും ബസ്സിൻ്റെ പൈസയും കൊടുക്കണം, എനിക്കെല്ലാം എന്തെങ്കിലും പെൻഷനെങ്കിലും ഉണ്ട്, എന്നിട്ട് തന്നെ എനിക്ക് എത്തുന്നില്ല. അറിയാം, സത്യമായിട്ട് തന്നെ പറയാം. അപ്പം മുനിസിപ്പാലിറ്റി 49 വാർഡ് മെമ്പർമാരിക്കുന്ന സമയത്തും എന്നെയും വത്സരനൊക്കെ ആദരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പോകും ഒരു 500 രൂപ കൊടുക്കണം, എനിക്ക് തരണം എന്നല്ല പറഞ്ഞു. വത്സരനെല്ലാം വെറും കല കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, വളരെ കലാകാരൻ. അപ്പം ഞാൻ അന്നേ വിചാരിക്കുന്ന കാര്യമാണ്, കലാകാരൻ എന്ന് പറഞ്ഞൊരു പരിപാടി ടൗൺ ഹാളിൽ നടത്തണം. പേര് കലാകാരൻ. ആരാധനാലയങ്ങളിലെ ആരാധ്യ വൃക്ഷങ്ങളെ പോലെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് യഥാർത്ഥ കലാകാരൻ. അപ്പം പിന്നെ യഥാർത്ഥ കലാകാരൻ ആരാധനാലയങ്ങളിലെ ആരാധ്യ വൃക്ഷങ്ങളെ പോലെ സംരക്ഷിക്കേണ്ട കടമ സമൂഹത്തിനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നു വിചാരിക്കുന്നു. ടോക്സ് എന്ന ചാനലിലാണ് ഹ്രസ്വചിത്രം ലഭ്യമാവുക. മിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് എന്ന അന്താരാഷ്ട്ര അവാർഡുകൾ കരസ്ഥമാക്കിയ പരിസ്ഥിതി ഹ്രസ്വചിത്രവും ഇതേ ചാനലിൽ ലഭ്യമാണ്. പൊന്നാട എന്നുള്ള ഈ ഒരു ചെറിയ ഷോർട്ട് ഫിലിം നമ്മളെ പൊന്നാട ചാർത്തുന്ന, ആദരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചെറിയ ചിത്രമാണ്. വേദിയിൽ ആദരിക്കപ്പെടുന്ന ഒരു നാടക കലാകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നിലവിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി ഓർത്ത് ആദരവിൻ്റെ വാചകങ്ങൾക്കിടയിൽ തന്നെ നൊമ്പരപ്പെട്ട് പ്രസംഗപീഠത്തിലേക്ക് വീഴുന്നതാണ് നമ്മൾ ഈ ചെറിയ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറയുന്ന വിഖ്യാതനായ നാടക കലാകാരനാണ് മനോഹരമായി പകർന്നാടിയിട്ടുള്ളത്.